ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിൻചേരാം. ഏത് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യണം, അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് എൻട്രിയും എക്സിറ്റും റിവേഴ്സൽ പോയിന്റും എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കൺഫ്യൂസിങ് ആണ് ഏത് സ്റ്റോക്കിൽ ചൂസ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു 5 സ്റ്റോക്കാണ്. ആ 5 സ്റ്റോക്കിൽ നമുക്ക് ഡെയിലി ഒരു പാസ് പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു, അതായത് വീക്കിലി ഒരു 5 ഡേയ്സ് ട്രേഡിങ്ങിൽ ഒരു 4 ദിവസവും നല്ല പെർഫോമൻസ് വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഇപ്പോൾ ആ സ്റ്റോക്കുകളാണ് ഞാനിത് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ട്രേഡ്, അതായത് മോർണിംഗിൽ കറക്റ്റ് ടൈമിൽ നമുക്ക് ആ പെർഫെക്റ്റ് ബ്രേക്ക് ഔട്ട് നമുക്ക് എങ്ങനെ കിട്ടും, അതേപോലെ എത്രത്തോളം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം, ഇതിനൊരു കറക്റ്റായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് നമുക്കൊരു ഹ്യൂജ് റിട്ടേൺസിലേക്ക് എങ്ങനെ എത്താൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ACC കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പ് ഒരു 1 വീക്കോളം മാർക്കറ്റ് ഡൗണിലായിരുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് കറക്റ്റ് നമുക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടും. അതേപോലെ വോൾട്ടാസ് കഴിഞ്ഞ ആഴ്ചകളിൽ മുഴുവൻ, ഞാൻ ഇതിനു മുമ്പും വോൾട്ടാസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച്. അപ്പം നമുക്കതിനകത്ത് വോൾട്ടാസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ വോൾട്ടാസ് ഫുള്ളൊരു ബൈ ട്രേഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം മാർക്കറ്റ് നല്ലൊരു ഡൗണിലേക്കാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ വോൾട്ടാസിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്ത് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 അവർ ചാർട്ടാണ് നമ്മൾ വെക്കേണ്ടത്. അത് മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ നല്ലൊരു ബൈ, ഇപ്പം നമുക്ക് മാർക്കറ്റ് നല്ലതായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം തിരിച്ച് കയറാൻ നോക്കുന്നുണ്ട്, പക്ഷേ അവിടെ ഒരു ബൈ ട്രേഡ് വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ കറക്റ്റ് ബ്രേക്ക് ഔട്ട് ട്രേഡുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഒരു ചാർട്ട് അനാലിസിസ് കൂടിയേ തീരൂ. കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ചാർട്ട് അനാലിസിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് ലോസ് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഒരുപാട് ഹ്യൂജ് ലോസ് ഒഴിവാക്കാൻ സാധിക്കും കറക്റ്റ് ടൈമിൽ. അഥവാ സിഗ്നൽസ്, മാർക്കറ്റിൻ്റെ ട്രെൻഡി മൊമെൻറ്റ്സ് നമുക്ക് ഏത് ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ വീക്കിൽ ഒരു 3 ഡേയ്സ് നല്ലൊരു ട്രേഡുകൾ ഏത് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ, സ്റ്റോക്കിലാകട്ടെ, ഒരു 3 ഡേയ്സ് ട്രേഡിങ് നല്ലൊരു 3 ഡേയ്സ് നല്ലൊരു വോളറ്റിലിറ്റി മാർക്കറ്റ് കിട്ടും. 2 ദിവസം സൈഡ് വേസ് ആകാറാണ് സാധാരണ പതിവ്. 2 ദിവസം ആ സൈഡ് വേസിലാണ് നമുക്ക് കൂടുതൽ ലോസ് സംഭവിക്കുന്നത്. അതുപോലെ സിഗ്നൽസ് റിവേഴ്സ് പോകുന്ന പോയിന്റ് പെർഫെക്റ്റായിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ലേറ്റസ്റ്റ് വേർഷൻ്റെ വിൻചെയിൻ്റെ ഈ സ്ട്രാറ്റജി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. അതായത് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് ഫ്രീ ലൈവ് ഡെമോ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസം ട്രയൽ. അപ്പോൾ ഒരു ദിവസം ട്രയലിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫുൾ ലൈവ് മാർക്കറ്റ് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ്, അതേപോലെ ഫുൾ നമ്മുടെ കമ്പനി ടെസ്റ്റിമോണിയൽസ്, ക്ലയൻസ് എടുത്ത പ്രോഫിറ്റ് സ്ക്രീൻഷോട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് മുമ്പ് ലൈവ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഫസ്റ്റായിട്ട് ഞാൻ ആ സ്റ്റോക്കിനെ കുറിച്ച്, അതായത് ഏഷ്യൻ പെയിൻറ്റ്സ്, ബജാജ് ഓട്ടോ, LNT, IOC, ACC. അപ്പോൾ ഇതേപോലുള്ള ഈ ഒരു 5 സ്റ്റോക്ക് ഡെയിലി, ഇപ്പോൾ LNT ഡെയിലി നോക്കാവുന്ന സ്റ്റോക്കാണ്. ഇതിൽ പാസ് പെർഫോമൻസ് ഇപ്പോൾ ഇന്നും മാർക്കറ്റ് ഇപ്പോൾ ബൈയിലേക്ക് രാവിലെ നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മാർക്കറ്റ് ഒന്ന് തിരിച്ച് കയറാൻ തുടങ്ങിയത്. നല്ലൊരു 10-11 പോയിന്റോളം കയറിയിട്ടുണ്ട്. LNTയുടെ ഇന്നത്തെ മാത്രമല്ല, ഇപ്പോൾ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15th മെയ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് LNT രാവിലെ വലിയ ട്രേഡ് ഉണ്ടായിരുന്നില്ല, സെല്ല് റിവേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മാർക്കറ്റ് തിരിച്ച് കയറിയത്. അപ്പം ഇത് 2 ടാർഗറ്റ് ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2ാമത്തെ ടാർഗറ്റ് ഇപ്പോൾ ഹിറ്റ് ചെയ്തു. അപ്പം മാർക്കറ്റ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പും ഇന്നലെയും മാർക്കറ്റ് നല്ലൊരു ബൈ ആണ്. അപ്പോൾ അതിന് മുമ്പും നമുക്ക് ബൈ സെല്ലിൻ മോർണിംഗിൽ വന്നിട്ടുണ്ട്. അതിന് മുമ്പും ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് പാസ് പെർഫോമൻസിൽ ഇപ്പോൾ നല്ല ട്രെൻഡ് മോർണിംഗിൽ കിട്ടിയില്ല, ക്ലോസിംഗ് ലെവലിലും കിട്ടാറുണ്ട്. അപ്പോൾ 1-2 ദിവസം മാത്രമേ ഇതിനകത്ത് വലിയ റിവേഴ്സിൽ പോകാറുള്ളൂ. അപ്പോൾ മിക്കവാറും ഇതിന് ട്രെൻഡ് വരുന്ന സ്റ്റോക്കാണ് ഈ LNT. അപ്പോൾ ഇതിൽ സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ നമുക്ക് ഈ ചെയ്യാൻ പറ്റും ഇതിനകത്ത്. പിന്നെ അതേപോലെ ബജാജ് ഓട്ടോ ഇന്ന് 1 സൈഡ് മൊമെൻ്റ് ആണ്. ഇതിന് മുമ്പും ഇതിൽ പെർഫോമൻസ് ഇന്നലെയും ബൈ ഉണ്ടായിരുന്നു. അതിന് മുമ്പും മോർണിംഗിൽ ഒരു സെൽ ട്രേഡ് ഉണ്ടായിരുന്നു. ബൈ അങ്ങനെ സെല്ല് മോർണിംഗിൽ അല്ലെങ്കിൽ ക്ലോസിംഗ് ലെവലിൽ നമുക്ക് കിട്ടാറുണ്ട് ബജാജ് ഓട്ടോയിൽ. അത് സ്വിംഗ് ട്രേഡിങ്ങിനും നല്ല ഒരു സ്റ്റോക്കാണ്. പിന്നെ അതേപോലെ തന്നെ LNT, പിന്നെ അതേപോലെ തന്നെ IOC ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നല്ലൊരു ട്രേഡ് മോർണിംഗ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും മാർക്കറ്റ് കയറുന്നു. ഇനി മുമ്പും നമുക്ക് ഇൻട്രാഡേക്ക് ആണെങ്കിലും IOC നല്ലൊരു ട്രേഡ് നമുക്ക് മിക്കവാറും തരാറുണ്ട്. നമുക്ക് സൈഡ് വേസ് വരാറുണ്ട്, പക്ഷേ എന്നാലും മിക്കവാറും IOCയിൽ ട്രേഡ് കിട്ടാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ACCയിലും ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് രാവിലെ കുറച്ചൊന്ന് കയറിയിട്ട് സൈഡ് വേസ് ആയിരുന്നു, എന്നാലും ബൈ തന്നെയാണ്. ഇന്നലെയും ബൈ ഉണ്ടായിരുന്നു. അതിന് മുമ്പും നമുക്ക് ഇതിനകത്ത് പാസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ തന്നെ ട്രേഡ് മിക്കവാറും കിട്ടുന്നൊരു സ്റ്റോക്കാണ്.
പിന്നെ നമുക്ക് പുറകിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ബാക്കിലുള്ള പുറകിലത്തെ പെർഫോമൻസ്. മിക്കവാറും ട്രേഡ് ഇതിനെ വരാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വാച്ച് ലിസ്റ്റ് ഇൻട്രാഡേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. പിന്നെ അതേപോലെ നമുക്ക് മെയിനായിട്ട് ഏഷ്യൻ പെയിൻറ്റ്സിലും മിക്കവാറും നമുക്ക് ട്രേഡ് ഇന്ന് നല്ലൊരു ഡൗൺ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ നമുക്ക് പിന്നിലെ പെർഫോമൻസ് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിന് മിക്കവാറും ട്രേഡ് നമുക്ക് കിട്ടിയ സ്റ്റോക്കാണ്. നല്ലൊരു പെർഫോമൻസ് മോർണിംഗിൽ അല്ലെങ്കിൽ ക്ലോസിംഗ് ലെവലിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ വല്ലപ്പോഴും 1-2 ദിവസമൊക്കെ സൈഡ് വേസ് വരും. എന്നാലും നമുക്ക് ടോട്ടൽ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നല്ലൊരു പെർഫോമൻസ് മിക്കവാറും ഡെയിലി നമുക്ക് വരാറുണ്ട്. അപ്പം ഇതിൽ നമുക്ക് എൻട്രി എടുക്കേണ്ടത് വളരെ സിമ്പിളാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ LNGയുടെ ചാർട്ട് കാണിച്ചിട്ട് ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇത് ബൈ ആണ്, ഇത് സെല്ലാണ്. അപ്പോൾ ഇത് സെൽ സിഗ്നൽ വരുമ്പോൾ അലേർട്ട് കിട്ടും. അതോടൊപ്പം ഡീറ്റെയിൽസ് മുകളിൽ ഉണ്ടാവും. ഇപ്പോൾ മുകളിൽ ഫസ്റ്റ് നമുക്ക് അതിനകത്ത് എൻട്രി എടുത്ത് പോയിന്റ് ഉണ്ടാവും, ടാർഗറ്റ് ഉണ്ടാവും, താഴെ 3 എണ്ണം. അപ്പോൾ ഇതിൽ സിമ്പിളാണ്. ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും കൂടെ മാച്ചിങ് വരണം. ഇപ്പോൾ ഇവിടെ ഓക്കെ ആണ് ഓൾറെഡി. ആ പോയിന്റിൽ തന്നെ എടുക്കാം, ആ റേറ്റിൽ തന്നെ എടുക്കാവുന്നതാണ്. അതിനിപ്പം 14 പോയിന്റാണ് കയറി നിൽക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് സെല്ല് വന്നിട്ടുണ്ട്. സെല്ലും കൺഫേംഡ് ആയിരുന്നു, പക്ഷേ റിവേഴ്സ്. അപ്പോൾ കൺഫർമേഷൻ വന്നിട്ട് റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊസിഷൻ അത് റിവേഴ്സലിലേക്കാണ് നമുക്ക് പോകുന്നതെങ്കിൽ സോഫ്റ്റ് സൈഡ് വേസ് ക്യാൻഡിൽ. ഇപ്പോൾ ഇവിടെ ഒരു ഹോളോ കാണിച്ചിട്ടുണ്ട്. റെഡ് കുറച്ച് കണ്ടിന്യൂവേഷൻ പോയി കഴിഞ്ഞ ശേഷം ഒരു ഹോളോ ക്യാൻഡിൽസ് ഫോം ആയത് മാർക്കറ്റ് റിവേഴ്സിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുന്ന നമുക്ക് ഒരു SL ഹിറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് ലോസ് ലിമിറ്റ് ചെയ്യുന്നതിനാണ് സൈഡ് വേസ് ഇൻഡിഫിക്കേഷൻ എക്സിറ്റ് ചെയ്യാനുള്ള സിമ്പിൾ അവിടെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യാം. അതോടൊപ്പം അലേർട്ടായിട്ട് ഇപ്പോൾ ക്രോസ് അപ്പിൻ ACC എന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്ന മെസ്സേജ് നമുക്ക് കുറച്ച് മുമ്പ് ഇപ്പോൾ വന്ന മെസ്സേജാണ്. അപ്പോൾ അതിനകത്ത് ക്രോസ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACCക്ക് അപ്ടണിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അപ്ടണിലേക്ക് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞ് കയറുമ്പോൾ ഇതുപോലെ മെസ്സേജ് അലേർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഇൻഡിഫിക്കേഷൻ സോഫ്റ്റ്വെയർ കറക്റ്റ് സമയത്ത് വരും. ഇപ്പോൾ റീ എൻട്രി നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത് തിരിച്ച് പിന്നെയും കയറുന്നതുകൊണ്ടാണ് ആ ഇൻഡിഫിക്കേഷനും വന്നത്, നമുക്ക് മെസ്സേജ് അലേർട്ടും കിട്ടിയത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബജാജ് ഓട്ടോയിൽ നോക്കുകയാണെങ്കിലും ബജാജ് ഓട്ടോയിൽ ഇന്ന് രാവിലെ നമുക്ക് സെല്ല് തന്നിട്ടുണ്ട്. സെല്ല് കൺഫേം ആയി സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ആട്ടിറങ്ങി. ഇപ്പോൾ 1 സൈഡ് മൊമെൻ്റ് ആണ്. ഇതിന് മുമ്പും ബൈ വന്ന് നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ കൺഫേം ആണെങ്കിൽ മാത്രം എടുത്ത് വെച്ചാൽ മതി. കൺഫർമേഷൻ ചെക്ക് ചെയ്യാനായിട്ട് ക്യാൻഡിൽ കളറിൻ്റെ കൂട്ടത്തിൽ താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസിൻ സെൽ സോൺ നോക്കുക. സെൽ സോണിൻ്റെ കൂട്ടത്തിൽ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ നമുക്കത് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നല്ല വോളിയം ട്രേഡുകൾ ഇതേപോലെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ സ്കാനറും ഹെൽപ്ഫുള്ളാണ്. സ്കാനർ നമുക്ക് ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ട് സ്കാനർ 1.1 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാച്ച് ലിസ്റ്റ് അടിച്ചിരിക്കുന്ന സ്റ്റോക്കിൻ്റെയൊക്കെ നമുക്ക് ട്രെൻഡുകൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ട്രേഡ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷും ബിയറിഷും കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോൾ LNDക്ക് നോക്കിയാൽ കണ്ടില്ലേ, സ്ട്രോങ് ബുള്ളിഷാണ്. അപ്പോൾ ബുള്ളിഷാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നല്ല ട്രേഡാണ് ഇപ്പം. അപ്പോൾ ആ സ്ട്രോങ് അതായതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആ പോർഷനിൽ അവിടെ സ്ട്രോങ് ആയിട്ട് 3 ക്യാൻഡിലും ഗ്രീൻ കാണിച്ചത്. ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് ലൈവിൽ ചെക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.